തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 16-ാമത്തെ അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പുറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ്. അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി. പൗലോസ് അപ്പോസ്തലനും സീലാസും കൂടി ഫിലിപ്പിയിൽ സുവിശേഷം പ്രഘോഷിച്ച് എത്തിയിരിക്കുന്ന അവസരം, ഒരു പൈശാചിക ആത്മാവിൻ്റെ സിദ്ധിയാൽ ഭാവി കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു അടിമ പെൺകുട്ടിയെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ്. അവളെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു ഈ ഭാവി പറഞ്ഞ ആൾക്കാർക്ക് കൊടുത്തുകൊണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. പൗലോസ് സീലാസും വഴിയെ പോകുമ്പോൾ ഇവള് അവരുടെ സ്ഥാനത്ത് നിന്നും, മുറിയിൽ നിന്നും, കൂടാരത്തിൽ നിന്നും ഇറങ്ങി റോഡിലേക്ക് വന്നിട്ട്, പൊതുവഴിയിലേക്ക് വന്നിട്ട് ഈ അപ്പസ്തലന്മാരുടെ പുറകെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് വരികയാണ്. രണ്ട് കാര്യങ്ങൾ. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ്, ഒരു കാര്യം. രണ്ടാമത്തേത്, അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. ഇത് അവൾ ഒരു ദിവസം ചെയ്തു, രണ്ടാം ദിവസം ചെയ്തു, പല ദിവസങ്ങളായി. അത് പൗലോസ് അപ്പോസ്തലനും സീലാസും കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവർക്ക് പക്ഷേ ഒരു സുഖവും തോന്നുന്നില്ല. അവൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, സത്യമാണ്, രണ്ട് കാര്യവും, അവരെക്കുറിച്ചും അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും. പക്ഷേ അത് പറയുന്ന വ്യക്തി, ഈ അപ്പോസ്തലന്മാർക്ക് ഒരു ഉള്ളടപ്പവും ആ വ്യക്തിയോട് തോന്നുന്നില്ല. ഏതാനും ദിവസങ്ങളിങ്ങനെ ആയപ്പോഴേക്കും ഇവിടെ അപ്പോസ്തല പ്രവർത്തന ഗ്രന്ഥകർത്താവ് തെളിച്ചെഴുതിയിരിക്കുകയാണ്, പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. ഉള്ളിൻ്റെ ചേർച്ചയില്ല, സഹിക്കാൻ മേലാത്ത പോലെയുള്ള അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്, അസഹ്യത, സഹിക്കാൻ പറ്റുന്നില്ല. പൗലോസ് തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറയുന്നു, ഈശോയുടെ നാമത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു, അവിടുന്ന് ഇറങ്ങിപ്പോവുക. തൽക്ഷണം അത് ഇറങ്ങിപ്പോയി എന്ന് നമ്മൾ വായിക്കുകയാണ്. എന്തുകൊണ്ടാണ് പൗലോസിന് അസഹ്യതയുണ്ടായത്? പൗലോസിലുള്ള ആത്മാവും ആ പെൺകുട്ടിയിലുള്ള ആത്മാവും രണ്ടും രണ്ടാണ്. ഒരേ ആത്മാവിൻ്റെ ഒരു സാരൂപ്യം, ഒരുമ, സാധർമ്മ്യം അവർക്കിടയിൽ ഇല്ല. പറയുന്ന കാര്യങ്ങളിൽ ഒരു പക്ഷേ സാധർമ്മ്യമുണ്ട്. അവൾ പറയുന്ന കാര്യവും അപ്പോസ്തലന്മാരെ കുറിച്ചുള്ള യാഥാർത്ഥ്യവും ഒന്ന് തന്നെയാണ്, അത് വാസ്തവമാണ്. പക്ഷെ അതിന് പുറകെയുള്ള അരൂപിയിൽ ചേർച്ചയില്ല. ഇത് നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അപ്പോസ്തലന്മാരെ പാദങ്ങളിലിരുത്തി ഈശോ പകർന്നു കൊടുത്തത്, തൻ്റെ നിരവധിയായ ഉപമകളിലൂടെ ഈശോ പഠിപ്പിക്കാൻ പരിശ്രമിച്ചതെല്ലാം ദൈവരാജ്യ രഹസ്യങ്ങളാണല്ലോ. ദൈവരാജ്യ രഹസ്യങ്ങളെന്ന് പറയുന്നത് നരകരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ തകർക്കുന്നതാണ്. സാത്താൻ്റെ തലയെ തകർക്കും സ്ത്രീയുടെ സന്തതി എന്ന് ഉൽപ്പത്തി 3:15 പ്രോട്ടോ ഏവങ്കേലിയോൻ, ആദിമ സുവിശേഷം എന്ന് പറയുന്ന ആ ഒരു വാഗ്ദാനത്തിന്
ഈ തലയെ തകർക്കും എന്ന് പറയുന്നത് ഒരു സർപ്പം, പാമ്പ്, അതിൻ്റെ ഒരു ശാരീരികമായ ഒരു തലയോട്ടിയൊക്കെയുള്ള തല, അതിനെ ഇങ്ങനെ ചവിട്ടി തൂത്ത് കളയുന്നു, അതുപോലെ പാമ്പ് തീരുന്നു. അങ്ങനെ ഒരു ആശയം അതിന് പ്രഥമത ഉണ്ട്. തല തകർന്നാൽ പിന്നെ ബാക്കിയൊന്നുമില്ല. എങ്കിൽ പോലും അതിനും അപ്പുറം ഈ തലയെ തകർക്കുമെന്ന് പറയുമ്പോൾ തല ചിന്തകരുടെ, ആശയങ്ങളുടെ ഇരിപ്പിടമാണ്. സർപ്പത്തിൻ്റെ നുണയുടെ ആശയങ്ങൾ, വഞ്ചനയുടെ ഓതലുകൾ, അതിനെ മുഴുവൻ തകർക്കും എന്നുള്ളതാണ് അതിൻ്റെ ആഴപ്പെട്ട അർത്ഥം. അത് ഈശോ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ സത്യം വെളിപ്പെടുത്തിക്കൊണ്ടാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണ് ദൈവത്തിൻ്റെ സത്യം വെളിപ്പെടുത്തുന്നത്. ഇവിടെ ഈ സഹോദരി, പെൺകുട്ടി, പൈശാചിക അരൂപിയാലാണ് നിറഞ്ഞ് ദൈവത്തിൻ്റെ കാര്യങ്ങൾ പോലും പറയുന്നത്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കാര്യങ്ങൾ പിശാച് പറയുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ ആശ്ചര്യം തോന്നിയേക്കാം. പിശാച് നുണയനല്ലേ, നുണയുടെ പിതാവല്ലേ, അവൻ സത്യം പറയുമോ? പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്. എങ്കിലും പിശാച് തൻ്റെ നുണ വെച്ച് വിളമ്പാൻ വേണ്ടിയിട്ട് സത്യവും പറയും. സത്യവും നുണയും പിശാച് ഒരുപോലെ പറയും. ഇവിടെ സത്യമാണ് ഈ പറയുന്നത്. നമുക്കറിയാം, ആരെയെങ്കിലും അപായപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തി വിഷം കൊടുക്കാൻ പരിശ്രമിക്കുമെന്ന് വിചാരിക്കുക. വിഷം കൊടുക്കുമ്പോൾ ആരെങ്കിലും ആ വിഷമെടുത്ത് ആരെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നോ ആ വ്യക്തിയുടെ കയ്യിലോട്ട് നീട്ടിയിട്ട് ഇത് വിഷമാണ്, കുരുടാനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു മാരക വിഷമാണ്, കഴിച്ചോ എന്ന് പറഞ്ഞാൽ ആരും അങ്ങ് കഴിക്കില്ല. അതുകൊണ്ട് അവർ വിഷം കൊടുക്കുന്നത് എന്തെങ്കിലും സ്വീകരിക്കുന്ന ആളിന് വളരെ സ്വീകാര്യമായ, ആസ്വാദ്യമായ, ഹൃദ്യമായിട്ട് തോന്നുന്ന കാര്യങ്ങൾക്കകത്ത് വെച്ച എലിയെ പിടിക്കാൻ കെണി വെക്കുമ്പോൾ തനി പാഷാണം കൊണ്ട് വെക്കില്ല. അതിനിഷ്ടപ്പെട്ട കപ്പ കഷ്ണമോ മീൻ ചുട്ടതോ അങ്ങനെ വെച്ചിട്ട് അതിലൂടെയാണ് കെണി വെക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ സാത്താൻ മനുഷ്യരെ കെണിയിലാക്കാൻ നോക്കുമ്പോൾ അവന് സത്യത്തിൻ്റെ ഭാവത്തിലാണ് നിൽക്കുന്നത്. അതിനുവേണ്ടി, അല്ലെങ്കിൽ പാഷാണമല്ല, വിഷം കലർത്താൻ വേണ്ടി പായസമോ ബിരിയാണിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഈ വിഷം കലർത്തും. അതുകൊണ്ട് സത്യം ഇങ്ങനെ പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. പക്ഷെ അരൂപി രണ്ടാണ്. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലനെ അസഹ്യപ്പെടുത്തി. ഞാൻ സൂചിപ്പിച്ചു, ഇത് നരകരാജ്യത്തിൻ്റെ ഞുഴന്ന് കയറ്റങ്ങളെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കേണ്ട ഒന്നാണ്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുമ്പോൾ ദൈവികമല്ലാത്ത ആത്മാവുള്ള വ്യക്തികളുടെ സാന്നിധ്യം, അവിടെ സംസാരം, ഇടപെടൽ, അത് എത്ര മധുരമുള്ള ഭാവത്തിലും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ആത്മാവിൻ്റെ ഐക്യം അനുഭവപ്പെടില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാനായിരിക്കുന്ന വാഗമൺ മൗണ്ടനുഭവ ധ്യാന കേന്ദ്രത്തിൽ ഒരു യുവതിയായ അമ്മയും ഒരു കൈക്കുഞ്ഞും അവരെ കൂട്ടിക്കൊണ്ട് അവിടെ മാതാപിതാക്കൾ വന്നു. ഈ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള മാതാപിതാക്കന്മാരുടെ സങ്കടം, ഈ പൊടിക്കുഞ്ഞ് 3, 4, 5 മാസം പ്രായം കാണും. ഇതാ പാല് കുടിക്കുകയില്ല. അമ്മയുടെ കയ്യിൽ എപ്പോഴും കരച്ചിലാണ്. പാല് കുടിക്കാൻ നിർബന്ധിച്ചാലും കുഞ്ഞ് അല്പം ദാഹിച്ചിട്ട് കുടിക്കാൻ നോക്കും. പക്ഷേ അത് ഇങ്ങനെ നിലവിളിക്കുകയാണ്, കരഞ്ഞിട്ട് മുല കുടിക്കുകയില്ല. ഈ കുഞ്ഞ് മുല കുടിക്കാതിരിക്കും അമ്മയ്ക്ക് വലിയ വിഷമമാണ്. അപ്പം അമ്മ അതിനെ എങ്ങനെയെങ്കിലും മുല കുടിപ്പിക്കാനായിട്ട് പിന്നെ തിരിച്ചും മറിച്ചും ഒക്കെ താലോടിച്ചും ഒക്കെ അങ്ങനെ നോക്കുന്നു. പക്ഷെ കുഞ്ഞ് കുടിക്കണമെന്ന് ദാഹം, വിശപ്പും ദാഹവും ഉണ്ടെങ്കിൽ പോലും കുടിക്കാൻ നോക്കുമ്പോൾ അത് കിടന്ന് കരച്ചിലാണ്. അതിനെ കരഞ്ഞിട്ട് കുടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് ഏകദിന കൺവെൻഷന് വന്നപ്പോൾ അവിടെ അവസ്ഥ എത്തിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു ധ്യാനം, ഒരാഴ്ചത്തെ ധ്യാനം വന്ന് കൂടിക്കേ, അതിൻ്റെ ആവശ്യമുണ്ട്. അവരെല്ലാവരും കൂടെ ധ്യാനം കൂടാനായിട്ട് വന്നു. ധ്യാന ദിവസങ്ങളിൽ ഈ യുവതിയായ അമ്മ കൈക്കുഞ്ഞിനെ ഇങ്ങനെ മുല കുടിപ്പിക്കാനായിട്ട് ഹാളിൻ്റെ ഏറ്റവും താഴെ ഒതുങ്ങിയ സ്ഥലത്തിരുന്ന് പരിശ്രമിക്കുന്നതിന് ശ്രദ്ധിച്ചു. അപ്പോൾ എല്ലാം കുഞ്ഞ് കിടന്ന് വല്ലാതെ കരയുകയാണ്. കുഞ്ഞ് കരഞ്ഞ് പാല് കുടിക്കാതെ വരും തോറും ഈ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്, വിഷമമാണ്. അമ്മ അസ്വസ്ഥപ്പെടുകയാണ്. പക്ഷെ എത്ര നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ അമ്മയുടെ ധ്യാനം, ടോക്കുകൾ ശ്രദ്ധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ശുശ്രൂഷകരെ വിളിച്ചു പറഞ്ഞു, ടോക്ക് നടക്കുമ്പോൾ, പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട സെഷൻസ് വരുമ്പോൾ ആ അമ്മയുടെ കയ്യിൽ നിന്നും കൊടിക്കുഞ്ഞിനെ നിങ്ങൾ ആരെങ്കിലും വാങ്ങിച്ച് നോക്കിക്കി. അങ്ങനെ അവർ ചെയ്തു. അപ്പോൾ ഈ കൈക്കുഞ്ഞിനെയുമായിട്ട് ശുശ്രൂഷകർ ഈ പറഞ്ഞ സമയങ്ങളിൽ പുറത്തോട് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു, ഈ പൊടിക്കുഞ്ഞ് ഈ ശുശ്രൂഷകരുടെ കയ്യിലായിരിക്കുമ്പോൾ ആ കുഞ്ഞ്
ഈ അമ്മയുടെ കയ്യിലായിരിക്കുമ്പോഴെന്ന പോലെ കരയുന്നില്ല. എന്നിട്ട് പാല് കൊടുക്കാനൊക്കെ നോക്കുമ്പം ആ സാമാന്യം കുടിക്കുന്നുമുണ്ട്. അത് ശ്രദ്ധിച്ചു. പിന്നീട് അമ്മയുടെ ഈ കൊച്ചു വരുമ്പോഴേക്കും കൊച്ചു കിടന്ന് വീണ്ടും കരയുന്നു. അങ്ങനെ ആ ഒരു ശ്രദ്ധയെടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ അമ്മയെപ്പറ്റി ശ്രദ്ധിച്ചു. അമ്മയ്ക്ക് കുറേ ആത്മീയ വെളിച്ചം പകർന്നു കൊടുത്ത് പല രീതിയിൽ വ്യക്തിപരമായ പങ്കുവെക്കലുമൊക്കെ ആയിട്ട് അതുവഴി ആ ദിവസങ്ങൾ തിരിച്ചറിഞ്ഞൊരു കാര്യം, ഈ അമ്മയിൽ പൈശാചികമായ ചില സ്വാധീനങ്ങൾ കുടികൊണ്ടിരുന്നു. നല്ലപോലെ കുമ്പസാരിച്ചു ആ സഹോദരി. തിന്മയ്ക്ക് വഴുതി കിട്ടിയ അവസരങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അടച്ചെടുത്ത് അങ്ങനെ ഹൃദയപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. സമാപന ദിവസത്തിലെ അഭിഷേക പ്രാർത്ഥനയുടെ അവസരത്തിൽ ഈ സഹോദരി, യുവതിയായ അമ്മ, എടുത്തടിച്ച് നിലത്തോട്ട് വീണ് കിടന്നുരുണ്ട് ഒരു ശക്തമായ വിടുതലിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയി. അത് കഴിഞ്ഞ് ഈ യുവതി കുഞ്ഞിനെ എടുക്കുമ്പോൾ, മുല കുടിപ്പിക്കാൻ നോക്കുമ്പോൾ കുഞ്ഞിന് കരച്ചിൽ ഉണ്ടായിരുന്നില്ല. അത് ദൈവരാജ്യത്തിൻ്റെ ചില രഹസ്യങ്ങളുടെ ആഴങ്ങൾ എനിക്ക് അടിവരയിട്ട് തന്ന ഒരു അനുഭവം, ഒരു സംഭവമായിരുന്നു. ആ കുഞ്ഞിൽ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ അരൂപി, പരിശുദ്ധ അരൂപി ഈ അമ്മയിൽ എങ്ങനെയോ കടന്നു കയറി ശക്തമായ സ്വാധീനം അല്ലെങ്കിൽ അല്പ സാന്നിധ്യം തന്നെ ചെലുത്തിയിരുന്ന തിന്മയുടെ പൈശാചിക അരൂപിയുമായിട്ട് ചേരുന്നില്ലായിരുന്നു. നമുക്ക് ആശ്ചര്യം തോന്നും. ആ കുഞ്ഞ് ഏതാനും മാസങ്ങൾ പ്രായമുള്ളത്, അതിന് ഒന്ന് ചിന്തിക്കാൻ അറിഞ്ഞുകൂടാ, വിലയിരുത്താൻ അറിഞ്ഞുകൂടാ, എട്ടും തിരിയുന്നില്ല. പക്ഷേ ഒരു കാര്യം അതിൻ്റെ ഉള്ളിൽ അരൂപിക്ക് തിരിയുന്നുണ്ട്. ഈ അമ്മയുടെ മടിയിലായിരിക്കുമ്പോൾ, അമ്മയുടെ ചങ്കത്തായിരിക്കുമ്പം, അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ നോക്കുമ്പം ആ കുഞ്ഞിലേക്ക് കടന്നു വരുന്ന അരൂപി അതിന് സ്വീകാര്യമാകുന്നില്ല, സ്വീകാര്യതയില്ല, അകൽച്ച അനുഭവപ്പെടുകയാണ്. വ്യത്യസ്തങ്ങളായ ആത്മാക്കളുടെ സാന്നിധ്യമാണ്. നമ്മൾ പരിശുദ്ധാരൂപി ഒരു വ്യക്തിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാരൂപിയുള്ള മറ്റു വ്യക്തികളുമായി അടുപ്പം അനുഭവപ്പെടും. നമ്മൾ ബൈബിളിൽ ആവർത്തിച്ച് കാണുന്ന മനോഹരമായ സുവിശേഷത്തിൻ്റെ വെളിപ്പെടുത്തൽ ഈ പ്രകാരമുള്ള കൂട്ടായ്മയുടേതാണല്ലോ. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ആദ്യ അധ്യായങ്ങൾ 4-ാമത്തെ അധ്യായം 32-ാമത്തെ തിരുവചനത്തിൽ ആദിമസഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവും ആയിരുന്നു എന്നുള്ളതാണല്ലോ. അത്രയും മനോഹരമാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർ, അവർക്കിടയിൽ വലിയ കൂട്ടായ്മ അനുഭവപ്പെട്ടു. തുറന്ന് വായിക്കുമ്പോൾ കാണുകയാണ്, അവരവരുടെ വസ്തുവകകൾ പോലും സ്വന്തമായിട്ട് വെച്ചുകൊണ്ടിരിക്കാതെ പങ്കുവെച്ചു. അവർക്കൊരു മടുപ്പും തോന്നിയിരുന്നില്ല. അങ്ങനെ കൂട്ടായ്മയുടെ വലിയൊരു അനുഭവം അവിടെ തെളിഞ്ഞു വരികയാണ്. ഒരേ ആത്മാവിനെ പാനം ചെയ്തവരാണ്. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ 1 തിരുവചനങ്ങളിൽ ഈ അനുഭവത്തെക്കുറിച്ച് കുറേ കൂടെ വിശദമായ വാക്കുകളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മളിപ്രകാരം വായിക്കുന്നു: ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥ അഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവർ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കണക്കാക്കണം. അങ്ങനെ ഈശോയിലൂടെ വെളിപ്പെട്ട ഈ കൂട്ടായ്മയുടെ അനുഭവം, ഒരേ ആത്മാവിൻ്റെ കൂട്ടായ്മ. അപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു? ഒരേ കാര്യങ്ങൾ ചിന്തിച്ച് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ അഭിപ്രായമുള്ളവരായി അങ്ങനെ നീങ്ങുന്ന ഒരനുഭവം. ഇത് ദൈവരാജ്യ അനുഭവത്തിലായിരിക്കുന്ന വ്യക്തികൾ അനുഭവിക്കുന്ന കാര്യമാണ്. അത് വീടിനകത്തായാലും അയൽപക്ക ബന്ധങ്ങളിലായാലും ശുശ്രൂഷ മേഖലകളിലാണേലും നമ്മളിത് ആത്മശോധനാവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിലുള്ളവർക്ക് ഒരുമിച്ചിരിക്കാനായിട്ട് സാധിക്കാറുണ്ടോ? അടുത്തിരിക്കുമ്പോൾ സന്തോഷമാണോ? ഭാര്യയും ഭർത്താവും തമ്മിൽ, കൂടപ്പുറപ്പുകൾ തമ്മിൽ, അതുപോലെ തന്നെ അയൽക്കാർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഉള്ളിൻ്റെ അടുപ്പം അനുഭവപ്പെടാറുണ്ടോ? മുഖത്ത് പുഞ്ചിരിയുണ്ടോ? ചിരിച്ചു കാണിക്കുന്നുണ്ടോ? പൊട്ടിച്ചിരിക്കുന്നുണ്ടോ? കൈ കൊടുക്കുന്നുണ്ടോ? തമാശ പറഞ്ഞ് ഒപ്പം നിൽക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ മാനദണ്ഡമല്ല. സൈക്കോളജി പറയുന്ന പോലെ മാസ്ക് ഉപയോഗിച്ചാൽ അതൊക്കെ സാധിക്കും, അഭിനയിക്കാൻ പറ്റും, പൊട്ടിച്ചിരിയും തമാശയും ലോഹ്യവും ബഹളവും ഒക്കെ. അതേസമയം സങ്കീർത്തനം പറയുന്ന പോലെ മുഖത്ത് നല്ല മധുരമായ വാക്കുകൾ, ഹൃദയത്തിൽ യുദ്ധത്തിൻ്റെ പടയൊരുക്കം എന്ന് പറയുന്നൊരവസ്ഥ, അത് കപടതയാണ്. നമ്മൾ ആത്മീയതയിൽ കാപട്യമില്ല, മാസ്ക് ഇല്ല, മുഖംമൂടികളില്ല. നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 35-ാം തിരുവചനത്തിൽ ലഗിയോൻ ആവസിച്ചിരുന്നവനെ ഈശോ സഹായിക്കുന്ന രംഗം.
അവനിലുണ്ടായിരുന്ന പൈശാചിക സാന്നിധ്യങ്ങൾ വിട്ടുപോയി കഴിയുമ്പം സുവിശേഷൻ അവൻ്റെ അനുഭവം അവിടെ പങ്കുവെക്കാൻ ഉപയോഗിക്കുന്ന മനോഹരമായ ഒരു വാക്യമാണല്ലോ അത്. നമ്മളിങ്ങനെ വായിക്കുന്നു ലൂക്കാ 8:35, സംഭവിച്ച് എന്തെന്ന് കാണാൻ ജനങ്ങൾ പുറപ്പെട്ട് ഈശോയുടെ അടുത്ത് വന്നു. പിശാചബാധയിൽ നിന്ന് വിമോചിതനായ ആ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ ഈശോയുടെ കാൽക്കൽ ഇരിക്കുന്ന കണ്ട് അവർക്ക് ഭയമായി. ഈശോയുടെ കാൽക്കൽ ഇരിക്കുന്നു. 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വസ്ത്രം ധരിച്ച് സുബോധത്തോടെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈശോയുടെ കാൽക്കൽ ഇരിക്കുന്നു. അതിനു മുമ്പ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മത്തായി സുവിശേഷകൻ ഈ സംഭവം വിവരിക്കുമ്പോൾ 2 വ്യക്തികളുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. 8-ാമത്തെ അധ്യായത്തിൽ ഈ മനുഷ്യരെക്കുറിച്ച് പറയുന്നത് മറ്റുള്ളവർക്കാർക്കും ആ വഴി നടക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. മത്തായി 8:28 തിരുവചനം. ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. ആരെയും അടുപ്പിക്കുകയില്ല. അങ്ങനെയുള്ള ഈ പിശാച് ബാധയുള്ള വ്യക്തികൾ പൈശാചിക സാന്നിധ്യം വിട്ടുപോയി കഴിയുമ്പോൾ ഈശോയുടെ കാൽക്കലിരിക്കുകയാണ്. കാൽക്കലിരിക്കുക എന്ന് വെച്ചാൽ ഒരു ശിഷ്യയുടെ സ്ഥാനമാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ തിരുവചനത്തിൽ ബേഥനിയായിൽ മർത്തായുടെയും മറിയത്തിൻ്റെയും വീട്ടിൽ ഈശോ ചെല്ലുന്ന രംഗം നമ്മൾ വായിക്കുമ്പോൾ ലൂക്കാ സുവിശേഷം മനോഹരമായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തെങ്കിലിരുന്നു. കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തെങ്കിലിരുന്നു. പാദങ്ങളിലിരിക്കുക അത് ഒരു ശിഷ്യസ്ഥാനമാണ്. തമ്പുരാൻ്റെ മുമ്പിൽ തമ്പുരാനോട് ചേർന്ന് തമ്പുരാനിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് ആയിരിക്കുന്ന അനുഭവമാണ്. ഈ രംഗത്ത് നമുക്കറിയാം, മർത്ത അടുക്കളയിലെ പണി ചെയ്ത് മടുക്കുമ്പോൾ അവൾ വന്ന് പരാതിപ്പെടുന്ന ആ രംഗം. കർത്താവിനോട് പറയുന്നു, കർത്താവേ, ഈ പണിയെല്ലാം ചെയ്യാൻ എന്നെ തന്നെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? അവിടെ എണീറ്റ് വന്ന് എന്നെ സഹായിക്കാനായിട്ട് പറ. അപ്പോൾ ഈശോ കൊടുക്കുന്ന മറുപടി നമുക്ക് വളരെ സുപരിചിതമാണ്. മർത്ത, നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. മർത്തായിക്ക് ഒരു അസ്വസ്ഥതയാണ്. ആ അസ്വസ്ഥതയിൽ മർത്ത ഒരു പരാതിയാണ് പറയുന്നത്. ഈശോയോടും അവൾക്ക് പരാതിയാണ്. മറിയത്തോടും തൻ്റെ സഹോദരി മറിയത്തോടും പരാതിയാണ്. അടുക്കളയിൽ പണിത് ഇച്ചിരി മടുക്കും, ശരിയാ പണിയുണ്ട്, മടുക്കുന്നുണ്ട്. ആ പണിയുമായിട്ട് നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു എതിർചിന്ത കയറി വരികയാണ്. ഈ മറിയം എന്തേ തന്നെ സഹായിക്കാത്തത്? അവളിങ്ങനെ പോയി ഈശോയുടെ പാദങ്ങളിരുന്ന് ഇത് കേട്ടിരുന്ന് അതുകൊണ്ട് മാത്രം ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ? ഭക്ഷണം കൊടുക്കണ്ടേ എന്ന് ഉള്ള അസ്വസ്ഥത. അതിൻ്റെ കൂടെ ഒരു അസ്വസ്ഥത കൂടെ വരുന്നുണ്ട്. ഗുരു എന്തേ ശ്രദ്ധിക്കാത്തത്? ഗുരു എന്തേ, ഈശോ എന്തേ അവളെ എണീപ്പിച്ച് വിടാത്തത്? താൻ കിടന്ന് കഷ്ടപ്പെടുന്ന ഗുരു ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പോൾ അകൽച്ചയുടെ ഒരു അരൂപി ഒരു അവസ്ഥ മർത്തയിലേക്ക് കടന്നു വരികയാണ്. ശരിയാണ്, ഭക്ഷണം ഉണ്ടാക്കണം. കാലക്കലിരുന്നിരുന്നിരുന്ന മണിക്കൂർ കഴിഞ്ഞാൽ വിശന്നിട്ടൊന്നും മേല, ഭക്ഷണമില്ലാതെ കാര്യം നടക്കുകയില്ല. പക്ഷേ ആ ഭക്ഷണത്തിന് വേണ്ടി ക്യാൻസലാക്കേണ്ട ഒന്നല്ല ഈശ്വര പാദങ്ങളിരിക്കുന്ന അനുഭവം. ആ പാദങ്ങളിരിക്കുന്ന അനുഭവം നഷ്ടപ്പെടുത്താതെ തന്നെ ഭക്ഷണം ക്രമീകരിക്കാൻ സാധിക്കണം. മറിയം ഒരു പക്ഷേ ചിന്തിക്കുന്നത് ഈശോയെ ഒന്നും കെട്ടത്തില്ല, അവിടെ ഇന്ന് ഈശോയെ കിട്ടിയപ്പോൾ ഈശ്വരപാദങ്ങളിൽ ഇരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഈശോ കൊടുക്കുന്ന മറുപടി വളരെ മനോഹരമാണല്ലോ. 42-ാം വാക്യം, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഭർത്താവെന്ന് പരാതി പറയുന്നത് ശരി, അടുക്കള പണിയുണ്ടോ, അതിൻ്റെ പേരിൽ ഈ മറിയത്തെ താൻ ഇപ്പോൾ എണീൽപ്പിച്ച് വിടില്ല. അത്രയ്ക്ക് ഹൃദ്യമാണ് ഈശോയ്ക്ക് ശിഷ്യ അല്ലെ ഒരു ശിഷ്യൻ പാദങ്ങളിൽ ചേർന്നായിരിക്കുക. സ്വർഗമെന്ന് പറയുന്നത് ചേർന്നായിരിക്കുന്ന അനുഭവം തന്നെയാണല്ലോ താനും. അപ്പോൾ ആ ഒരു അനുഭവം ഒരിക്കലും അവിടുന്ന് എടുക്കപ്പെടുകയില്ല എന്ന് ഈശോ പറയുമ്പോൾ, ഇപ്പം ഭർത്താവ് വന്ന് പരാതിപ്പെടുമ്പോൾ എന്നാൽ മേരി നീ എടുപ്പോ എന്ന് പറയില്ല. ഇനി അത് പിന്നീട് ഈശോയുടെ പരസ്യത്തിൻ്റെ ശുശ്രൂഷ നാളുകളുടെ മാസങ്ങളും വർഷങ്ങളും നീങ്ങുമ്പോൾ നമ്മൾ മറിയത്തെ പിന്നെയും കാണാൻ പോകുന്നത് ഈശോയുടെ കുരിശൻ്റെ പിന്നാലെ ഈ മറിയമുണ്ട്, കുരിശൻ്റെ ചുവട്ടിൽ ഈ മറിയമുണ്ട്, ഈശോയുടെ ഉത്ഥാന ദിവസം കല്ലറയുടെ വാതിക്കൽ മറിയമുണ്ട്, അവിടെയും ഈശോയുടെ പാദങ്ങളിലേക്ക് അവൾ വരുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അവൾ എടുക്കപ്പെട്ടിട്ടില്ല. ഈശോയുടെ കാലിച്ചുവട്ടിലെ സ്ഥാനം ഈ ഭൂമിയിലെ ജീവിതം കഴിയുമ്പോഴും ഈ മറിയം ഈശോയുടെ കൂടെ സ്വർഗത്തിലാണ് എന്നും അതിന് സൂചനയുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ഈശോ അപ്പസ്തലന്മാരെ വിളിക്കുന്ന രംഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടുന്ന് മലയിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ സമീപത്തേക്ക് വിളിച്ചു. 13-14 തിരുവചനങ്ങൾ. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു.
തന്നോടുകൂടെ ആയിരിക്കുവാൻ, തന്നോട് കൂടെ ആയിരിക്കുവാൻ. ഇപ്പോൾ 2-3 പരാമർശനങ്ങൾ വളരെ ഹൃദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈശോ തൻ്റെ കൂട്ടായ്മ അപ്പസ്തോല സംഘത്തെ രൂപീകരിക്കുന്നതാണല്ലോ. മലയിലേക്ക് കയറിയിരുന്നു, ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അടുത്തായിരിക്കുക, ഒരുമിച്ചായിരിക്കുക, കൂട്ടായ്മയിലായിരിക്കുക. അടുത്ത വാക്യം പറയാണ്, അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. സമീപത്തേക്ക് ചെന്നു. വീണ്ടും പറയാണ്, തന്നോട് കൂടെ ആയിരിക്കാൻ. തന്നോട് കൂടെ ആയിരിക്കാൻ. ഈശോയോട് കൂടെ ആയിരിക്കുന്ന അനുഭവം അത് ദൈവരാജ്യ അനുഭവമാണ്. പരസ്പരം ചേർന്നായിരിക്കുന്ന അനുഭവം അത് ദൈവരാജ്യ അനുഭവമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ അന്ത്യത്താഴരംഗം നമ്മൾ വായിക്കുമ്പോൾ 23, 24, 25 തിരുവചനങ്ങളിൽ യോഹന്നാൻ തന്നെ അന്ത്യത്താഴത്തിൽ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം. ഈശോയുടെ വക്ഷസ്സിൽ ചാരി കിടന്നിരുന്നു. ഈശോയുടെ വക്ഷസ്സിൽ ചാരി കിടന്നിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ പുത്രനായ ദൈവം പിതാവിനോട് ചേർന്നായിരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പം ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. 18-ാം വാക്യം, ദൈവവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ. ഗാഠബന്ധം പുലർത്തുക എന്ന് വെച്ചാൽ പിതാവിൻ്റെ വശത്ത് ചാഞ്ഞ് ചേർന്ന് കിടക്കുന്ന എന്ന അർത്ഥം. ഇത് ദൈവരാജ്യ അനുഭവത്തിൻ്റെ അടയാളമാണ്. മറുവശത്ത് അകൽച്ച, അതിൻ്റേതായ അസഹ്യത, അസ്വസ്ഥത, അതൊക്കെ പൈശാചിക ഇടപെടലിൻ്റെ അടയാളമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ 1-ാം വാക്യം, എൻ്റെ ഹൃദയം 3 കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അപ്പോൾ കർത്താവിൻ്റെ മനുഷ്യ ദൃഷ്ടിയിൽ മനോഹരമാണ്. 3 കാര്യം പറഞ്ഞിരിക്കുകയാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. അത് ദൈവത്തിൻ്റെ ആത്മാവിനെ പങ്കുവെച്ചെടുക്കുന്ന, ഒരേ ആത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോഴുള്ള അനുഭവമാണ്. നമ്മളിത് ആത്മശോധനാപൂർവ്വം ശ്രദ്ധിക്കണം. നമുക്ക് വീടിനകത്ത് ഒരുപക്ഷെ ദമ്പതികളായിരിക്കുന്നവർ ഒരുമിച്ചായിരിക്കുമ്പോൾ കണ്ണുകളിലേക്ക് നോക്കി ഈ ഒരു ലയത്തിൻ്റെ അനുഭവം ആഴപ്പെടുത്തിയായിരിക്കാൻ സാധിക്കുന്നുണ്ടോ, അനുഭവിച്ചായിരിക്കാൻ സാധിക്കുന്നുണ്ടോ? സഹോദരങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ, മാതാപിതാക്കളും മക്കളും ഒരുമിച്ചായിരിക്കാൻ സാധിക്കുമ്പോൾ ഇങ്ങനെ ഒരു സൗഹൃദം, യോജിപ്പ്, ഹൃദ്യമായ അടുപ്പം നമുക്ക് അനുഭവമാകുന്നുണ്ടോ? വീണ്ടും അതിനപ്പുറം അയൽപക്കങ്ങളിൽ നോക്കുമ്പോൾ, ഇടവക സമൂഹത്തിൽ പള്ളിയിൽ ഒരുമിച്ചായിരിക്കുമ്പം, ഇടവപ്പള്ളി മുറ്റത്ത് ഒരുമിച്ചായിരിക്കുമ്പോൾ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ നമുക്ക് പരസ്പരമുള്ള അനുഭവം സാഹോദര്യത്തിൻ്റെതാണോ അസഹ്യതയുടേതാണോ? നമ്മൾ പാല് കുടിപ്പിക്കാൻ കുഞ്ഞിനെ പരിശ്രമിക്കുന്ന അമ്മയുടെ കാര്യം ശ്രദ്ധിക്കുകയുണ്ടായി. ആ അമ്മയിലുണ്ടായിരുന്ന അരൂപി ആ കുഞ്ഞിനെ അരൂപിയായിട്ട് ചേരുന്നില്ല. അതുകൊണ്ട് അസ്വസ്ഥയും കരച്ചിലും ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാകുന്നു. നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ പോലും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നത് നമുക്ക് ഗൗരവത്തിലെടുത്ത് നമ്മുടെ വനിത ദൈവത്തിലെ വ്യക്തിപരമായ തലങ്ങളിലേക്ക് നമുക്ക് ആത്മശോധനാപൂർവ്വം തിരിയാനായിട്ട് സാധിക്കട്ടെ. ഒരു നിമിഷം തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ഉള്ളങ്ങളെ ചേർക്കാം. കർത്താവായ ഈശോയെ, പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായി അങ്ങ് ഭൂമിയിലേക്ക് വന്ന് അങ്ങയുടെ പ്രിയപ്പെട്ട അപ്പസ്തോലനായ യോഹന്നാനെ വശത്ത് ചേർത്ത് ഇരുത്തുമല്ലോ. അപ്പസ്തോലന്മാരെ വിളിച്ചപ്പോൾ കൂടെ ആയിരിക്കാൻ അങ്ങ് ആഗ്രഹിച്ചു. അതിനുവേണ്ടി അങ്ങ് വിളിച്ചത്. അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യർ പാദങ്ങളിലിരിക്കുന്നത് ബേഥനിയാലെ മേരിയൊക്കെ ഞങ്ങൾ മനോഹരമായിട്ട് വീക്ഷിക്കുന്നു. ലഘുയാൻ ആവശ്യരുന്നവൻ മറ്റുള്ളവർക്ക് അപകടകാരിയായിരുന്നുവെങ്കിലും പൈശാചിക സ്വാധീനം വിട്ടുകഴിഞ്ഞപ്പോൾ അങ്ങയുടെ കാൽക്കൽ ചേർന്നിരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നിരവധിയായ ജീവിത സാഹചര്യങ്ങളിൽ ഈ ഒരേ ആത്മാവിലുള്ള ഭാഗഭാഗിത്വം, അതിൻ്റെ അനുഭവമായി സാഹോദര്യവും സൗഹൃദവും യോജിപ്പും ഭാര്യാഭർത്താക്കളുടെ പരസ്പര ലയവും ഞങ്ങൾക്ക് നിരന്തര അനുഭവമായിട്ട് തീരട്ടെ. ഹൃദയപൂർവമായ ഒരുമ, അനുഭവപ്പെടാത്ത സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പിന്നിലുള്ള പൈശാചിക സാന്നിധ്യങ്ങളെയും കെണികളെയും ദൂരീകരിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ഈശോയെ, ഈ എളിയ ദാസന് അങ്ങ് കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച്, പലാരൂപതയുടെ വാഗവൺ മൗണ്ടരമ ധ്യാനകത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ തിരുവചനങ്ങൾക്കായി ഈ നിമിഷങ്ങൾ കാതോർത്ത് ശിശുഭാവത്തോടെ തുറവയോടെ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി കാത്ത് ഇപ്പോൾ തിരുമുമ്പിലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ കുരിശ് രൂപം ഉയർത്തിക്കൊണ്ട് ദാസൻ ആശീർവദിക്കുന്നു. കൃപ ഈ മക്കളിലേക്ക് സമൃദ്ധമായി ഒഴുകി നിറയട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.